ഹായ് ഓൾ, വെൽക്കം ടു വൺസ് S3 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് എന്ന സബ്ജക്റ്റിലെ നമ്മൾ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്തുള്ളത് മോഡ്യൂൾ 1 ആണ്. അപ്പോൾ പലർക്കും മോഡ്യൂൾ 1 കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. മോഡ്യൂൾ 1 ക്വസ്റ്റ്യൻ ഏതൊക്കെ ഏരിയാസ് പഠിക്കാനുണ്ട്, അല്ല അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ആൻസർ ചെയ്യണം, ആ പറഞ്ഞ കൺഫ്യൂഷൻ എല്ലാം തീർക്കാനാണ് നമ്മൾ ഈ പറയുന്ന സെഷൻ പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മോഡ്യൂൾ 1 ടോട്ടൽ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്, അപ്പോൾ നമ്മൾ ടോട്ടൽ സിലബസിലെ മോഡ്യൂൾ 1 വരുന്നത് ജസ്റ്റ് നമ്മൾ 8 സെഷനായിട്ട് നമ്മൾ ക്ലബ് ചെയ്തു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഫെർമി ലെവല്, കരിയർ കോൺസെൻട്രേഷൻ, അതോട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ദെൻ എക്സസ് കാരിയേഴ്സ്, ദെൻ ക്വേസി ഫെർമി ലെവൽ. തേർഡ് ടോപ്പിക് കരിയർ ട്രാൻസ്പോർട്ട്, ഡ്രിഫ്റ്റ് കറണ്ട്, ഡിഫ്യൂഷൻ കറണ്ട്. ദെൻ ഡ്രിഫ്റ്റ് തന്നെ വരുന്നതാണ് മൊബിലിറ്റി ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് ഡോപ്പിംഗ് ഡിപ്പെൻഡൻസ്, ഹോൾ എഫക്റ്റ്. ദെൻ ഡിഫ്യൂഷനിൽ വരുന്നതാണ് ഐൻസ്റ്റൈൻ റിലേഷൻ, പോയിസൺ ഇക്വേഷൻ, ദെൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. സോ ഇതൊരു ലെങ്തി മോഡ്യൂൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ടോപ്പിക്കും കുറെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയാം, അത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം, അത് സ്കിപ്പ് ചെയ്ത് ഒരിക്കലും. ഓക്കെ, നമുക്ക് ഓരോരോ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിവ്യൂ ഓഫ് സെമികണ്ടക്ടർ ഫിസിക്സ് ആണ്. അതിൽ ഈ പറഞ്ഞ ഫെർമി ലെവല്, അല്ലെങ്കിൽ കരിയർ കോൺസെൻട്രേഷൻ, ദെൻ പ്രോബ്ലംസ്. ഓക്കെ, സോ അതിനകത്ത് എന്താണ് ഫെർമി ലെവല്, അതിന് ഇക്വേഷൻ ചോദിക്കാം, ഉറപ്പായിട്ട് എക്സാം വരും. ദെൻ കരിയർ കോൺസെൻട്രേഷൻ ഡെറിവേഷൻ ഉണ്ട്, ആ ഡെറിവേഷൻ എക്സാം ചോദിക്കാം. ഡെറിവേഷൻ ആയിട്ട് ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഈ പറയുന്ന ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോൾ കോൺസെൻട്രേഷൻ നിരയിൽ എക്സാം ചോദിക്കാം. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, സോ ആ പറഞ്ഞ ഞാൻ 3 ഏരിയ പറഞ്ഞു, ഈ 3 ഏരിയയിലും ബന്ധപ്പെട്ട ഉറപ്പാണ് ക്വസ്റ്റ്യൻ വരും. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയണം. അതിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന സ്ലൈഡ്. നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് ഇൻട്രൻസിക്, ദെൻ എൻ ടൈപ്പ്, പി ടൈപ്പ്, ബേസിക് കാര്യങ്ങളാണ്. കാരണം ഇത് പറയാൻ കാരണമൊന്നുമല്ല, എക്സാമിന് വരുമ്പോൾ ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കണിലേക്ക് ഫോസ്ഫറസ് ആറ്റം എന്ത് ചെയ്തു, ഡോപ്പിംഗ് ആഡ് ചെയ്യുന്നതായിരിക്കും ക്വസ്റ്റ്യനിൽ പറയുള്ളൂ. അപ്പോൾ ഫോസ്ഫറസ് ആറ്റം എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ഒരു പെൻഡാവാൽ ഇമ്പ്യൂരിറ്റി ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതുകൊണ്ട് എൻ ടൈപ്പ് ആണ് ഫോം ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ കറന്റ് എൻ ടൈപ്പ് എന്ന് മേ ബി ക്വസ്റ്റ്യനിൽ പറയണമെന്നില്ല, ചിലപ്പോൾ പറയാം. അപ്പോൾ നമുക്ക് എൻ ടൈപ്പ് ആണെങ്കിൽ ഇക്വേഷൻ വേറെയാണ്, പി ടൈപ്പ് ആണെങ്കിൽ ഇക്വേഷൻ വേറെയാണ്. സോ അതുകൊണ്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എൻ ടൈപ്പ് ആണോ പി ടൈപ്പ് ആണെന്ന് അറിയണമെങ്കിൽ ഇമ്പ്യൂരിറ്റി ആറ്റം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഓഫ് ഡോപ്പിംഗ് ആണെന്ന് അറിയണം, പെൻഡവാലിൻ്റെ ആണോ ട്രൈവാലിൻ്റെ അറിയണം. പഠിക്കാൻ എളുപ്പമാണ്. പെൻഡവാലിൻ ഇമ്പ്യൂരിറ്റി ആയിട്ട് എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്, ഇതെല്ലാം ഗ്രൂപ്പ് 5 എലമെന്റ് ആണ് പീരിയോഡിക് ടേബിളെ. ദെൻ ട്രൈവാലിൻ എന്താണ്, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, അതൊക്കെയാണ് ട്രൈവാലിൻ ഇമ്പ്യൂരിറ്റി ആറ്റം. അപ്പോൾ പെൻഡവാലിൻ ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് എൻ ടൈപ്പായിട്ട് ബിഹേവ് ചെയ്യും, ട്രൈവാലിൻ ആണെങ്കിൽ അത് പി ടൈപ്പായിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ അല്ലേ? പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഈ കാര്യം അറിഞ്ഞിരിക്കുക, മജോറിറ്റി കാരിയേഴ്സും മൈനോറിറ്റി കാരിയേഴ്സും. എൻ ടൈപ്പ് ആണെങ്കിൽ മജോറിറ്റി ഇലക്ട്രോൺ ആണ്, മൈനോറിറ്റി ഹോൾ ആണ്. പി ടൈപ്പ് ആണെങ്കിൽ മജോറിറ്റി ഹോൾ ആണ്, മൈനോറിറ്റി ഇലക്ട്രോൺ ആണ്. ഇൻട്രിൻസിക് ആണെങ്കിൽ ഇലക്ട്രോൺ ഹോൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, അത് രണ്ടും മജോറിറ്റി ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ ലോജിക് ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഫൈൻ. ദെൻ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് മാസ്, നീ പറഞ്ഞിരിക്കുന്ന ബേസിക് കാര്യം ക്ലിയർ ആയി. ഇനി പ്രോബ്ലത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു ലോജിക്കാണ്, കൺസെപ്റ്റാണ് മാസ് ആക്ഷൻ ലോ. ഈ പറഞ്ഞ സിലബസിൽ ആ പറഞ്ഞ മാസ് ആക്ഷൻ ലോ ഡിഫൈൻ മീൻസ് എക്സ്പ്ലെയിൻ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ ലോ നമുക്ക് അറിഞ്ഞിരിക്കണം. ലോ എളുപ്പമാണ്, N×P = NI², സിമ്പിൾ ലോയേ ഉള്ളൂ. പക്ഷെ ആ ലോന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഈ ടേബിളിൽ കാണുന്ന ഇക്വേഷനാ. ഓക്കെ, ഇൻട്രൻസിക് ആണെങ്കിൽ എന്തായിരിക്കും, ഇൻട്രൻസിക്കില് ഇലക്ട്രോൺ ഹോളും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഈസ് സെയിം ആസ് ഇൻട്രൻസിക് കരിയർ കോൺസെൻട്രേഷൻ, ദാറ്റ് ഹോൾ കോൺസെൻട്രേഷൻ ഓൾസോ സെയിം ആസ് ദാറ്റ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. അപ്പോൾ N0യും P0യും സെയിം ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു Ni ആണ്. സിമ്പിൾ. ദെൻ എൻ ടൈപ്പ് ആണ് എന്തായിരിക്കും, നേരത്തെ പറഞ്ഞ ഓർക്കുന്നില്ലേ, എൻ ടൈപ്പ് ആണെങ്കിൽ ആരായിരിക്കും, മജോറിറ്റി ഇലക്ട്രോൺ അല്ലേ. ഓക്കെ, ആ മജോറിറ്റി ഇലക്ട്രോൺ എന്തായിരിക്കും, ഈ പറയുന്ന ഇൻട്രൻസിലേക്ക് എത്ര ഇമ്പ്യൂരിറ്റി ആറ്റമാണ് ഞാൻ ആഡ് ചെയ്തത് അത്രയും തന്നെ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഈ പറഞ്ഞ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, ദാറ്റ് ഈസ് സെയിം ആസ് ഈ പറഞ്ഞ ഇമ്പ്യൂരിറ്റി ആറ്റം കോൺസെൻട്രേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് N0 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു Nd. അപ്പോൾ ഓർത്തിരിക്കുക, എൻ ടൈപ്പിന്റെ കേസിൽ മജോറിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ്. ആ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ആഡ് ചെയ്തിരിക്കുന്ന ഡോണർ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഈ ഡോണർ എന്ന് വിളിക്കുന്ന പേരാണ് പെൻഡവാലിൻ ഇമ്പ്യൂരിറ്റി. നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഫോസ്ഫറസ്, ആഴ്സനിക്, അതിനാണ് Nd എന്ന് പറയണേ. അപ്പൊ ആ ക്വസ്റ്റനിൽ Ndയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് N0യിലേക്കും അസൈൻ ചെയ്യാം. ഓക്കെ അല്ലേ? ദെൻ അപ്പൊ N0 കിട്ടി. ദെൻ ഇനി P0 ഇക്വേഷൻ എന്താ, ഈ പറഞ്ഞ മാസ് ആക്ഷൻ ലോ യൂസ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ N0 അറിയാമെങ്കിൽ P0 എന്തായിരിക്കും, Ni²/N0, Ni²/N0 or Ni²/Nd. എളുപ്പമല്ലേ?
അതുപോലെ പി ടൈപ്പ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. പി ടൈപ്പ് ആണ് മജോറിറ്റി ആരാ? ഹോൾ ആണ്. എന്തായിരിക്കും? ഈ പി ടൈപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി അല്ലെ എത്ര അക്സെപ്റ്റർ ആറ്റമാണോ ആഡ് ചെയ്തത് അത്രയും ഹോള് ക്രിയേറ്റ് ആവും. എന്തായിരിക്കും? ഹോൾ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു Na ആയിരിക്കും. അപ്പൊ ഹോൾ അറിയാമെങ്കിൽ ഇലക്ട്രോൺ എന്തായിരിക്കും? ജസ്റ്റ് Na² ബൈ എന്ന് കൊടുത്താൽ മതി, Na² ബൈ P0 എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ Na² ബൈ Na എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് ഒരു ബേസിക് കാര്യം അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ് ട്രൈവാലന്റ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആറ്റം എന്ന് അറിയുക, ഈ മാസാഷനിലോ വെച്ചിട്ടുള്ള ഈ ഇക്വേഷൻ അറിയുക. അങ്ങനെ അറിയാമെങ്കിൽ ഇതുപോലെ മേ ബി എന്ത് ചെയ്യാം, എക്സാമിന് ഒരു പ്രോബ്ലം ചോദിക്കാം. സിമ്പിൾ പ്രോബ്ലം ആണ്, മാസാഷനിലോ വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ക്വസ്റ്റിനിൽ പറയുന്നത് ജർമേനിയം സാമ്പിൾ ഈസ് ഡോപ്ഡ് വിത്ത് 10⁻16 boron atom. Find the electron concentration. The intrinsic carrier concentration of germanium is 2.5 into 10⁻13 per centimeter cube at 300 Kelvin. അപ്പൊ ആദ്യം ഓർത്തിരിക്കേണ്ടത് ജർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ ആറ്റം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഒരു പ്യുവർ സെമി കണ്ടക്ടർ ആണ്. അതിലേക്ക് ഏത് ആറ്റമാ ആഡ് ചെയ്തത്? ബോറോൺ ആറ്റം അല്ലേ? ഈ ബോറോൺ എന്ന് പറഞ്ഞാൽ ഏത് ആറ്റമാ? നോക്കിയേ, ട്രൈവാലന്റ് ആണോ പെന്റാവാലന്റ് ആണോ? ബോറോൺ മീൻസ് ട്രൈവാലന്റ് ആണ്. അപ്പൊ എന്തായിരിക്കും ഫോം ചെയ്യണേ? അത് ഫോം ചെയ്യുന്ന പി ടൈപ്പ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഏതാണ് സെമി കണ്ടക്ടർ? ഇവിടെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പി ടൈപ്പ് ആണ്. അത് ആദ്യം ഐഡിയ ഉണ്ടാക്കുക. ആ ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആറ്റം ഞാൻ പഠിക്കാൻ പറഞ്ഞത്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇനി പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ആരായിരിക്കും മജോറിറ്റി? ഹോൾ അല്ലേ? അപ്പൊ ഹോൾ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വലന്റ് ടു പി ടൈപ്പ് ഫോം ചെയ്യാൻ വേണ്ടി ഞാൻ ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റി ആറ്റം. അപ്പൊ 10⁻16 പെർ സെന്റിമീറ്റർക്ക് എഴുതാൻ പാടില്ലേ? അപ്പൊ P0 കിട്ടി. ഇപ്പൊ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്? ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ അല്ലേ? ഇപ്പൊ എന്തായിരിക്കും? N0 ആയിരിക്കുമല്ലോ. അതിന്റെ ഇക്വേഷൻ എളുപ്പമല്ലേ? ബൈ യൂസിങ് മാസ് ആക്ഷൻ ലോ നമുക്കറിയാം N0 into P0 ഈസ് ഈക്വൽ ടു Ni². ഇതാണ് മാസ് ആക്ഷൻ ലോ. അപ്പൊ N0യുടെ ഇക്വേഷൻ എന്താ? ഇത് സിമ്പിൾ ആയിട്ട് Na² ബൈ P0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്വസ്റ്റിന് എന്നെ തന്നിട്ടില്ലേ? എന്നെ എന്താ? ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ ഇത് തന്നിട്ടുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എളുപ്പമല്ലേ? അപ്പൊ ഈ ലോജിക് ക്ലിയർ ആയാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന പ്രോബ്ലത്തിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും ബേസിക് അറിയേണ്ടത് ഏത് ടൈപ്പ് സെമി കണ്ടക്ടർ മനസ്സിലാക്കുക, തന്ന വാല്യൂ N0 ആണോ P0 ആണോ ഐഡന്റിഫൈ ചെയ്യുക. ക്ലിയർ? ദെൻ P0 ആണ് തന്നിരിക്കുന്നെങ്കിൽ N0 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാസ് ആക്ഷൻ ലോ യൂസ് ചെയ്യുക. ക്ലിയർ? ദെൻ ഇനി പറഞ്ഞ മോഡ്യൂൾ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ തിയറി സെഷൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആപ്പിൽ നോക്കിയിട്ട് ആ വീഡിയോ ക്ലിയർ ആയിട്ട് കണ്ട് മനസ്സിലാക്കുക. അത് ജസ്റ്റ് നമുക്കകത്ത് വരാനുള്ളത് ഇക്വേഷൻ പഠിക്കണം. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് അത് ബേസ് ചെയ്തിട്ടുള്ള എന്താണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഡെഫിനിഷൻ മേ ബി 3 മാർക്ക് ചോദിക്കാം. ഡിഫൈൻ ദ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ടു മീൻ ബി എ ഫെർമി ലെവൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതൊക്കെ ഈ ടൈമിൽ കവർ ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ഈ പറഞ്ഞ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫോർ ഇൻട്രിൻസിക് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ്. ഓരോ ടൈപ്പ് സെമി കണ്ടക്ടർ കേസിൽ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷന്റെ വേവ് ഫോം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും. ഓക്കെ. അപ്പൊ അതെന്ത് ചെയ്യണം? ഈ റൈറ്റ് സൈഡിൽ ഈ കാര്യം അറിയണം. അതാണ് എന്റെ വേവ് ഫോം. ക്ലിയർ? സോ അതറിയണം എന്തറിയണം? ഈ പറഞ്ഞ ബാൻഡ് ഡയഗ്രം അറിയണം. അപ്പൊ ഈ ഇൻട്രിൻസിക് എൻ ടൈപ്പ് പി ടൈപ്പിന്റെ ബാൻഡ് ഡയഗ്രം അറിഞ്ഞാൽ മാത്രമേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷനും വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് എന്താ അറിയേണ്ടത്? ആ എത്ര അറിഞ്ഞാൽ മതി. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഫെർമി ലെവൽ ഇവിടെ തന്നെ ആയിരിക്കും. ഇറ്റ് ഈസ് സെയിം ആസ് ഇൻട്രിൻസിക് എനർജി ലെവൽ ആയിരിക്കും. ഫെർമി ലെവലും ഇൻട്രിൻസിക് ലെവലും സെയിം ആയിരിക്കും. എൻ ടൈപ്പ് ആണ് എന്തായിരിക്കും? ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ നിയർ ടു ദ കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും എൻ ടൈപ്പ് ആണെങ്കിൽ. ദെൻ പി ടൈപ്പ് എന്തായിരിക്കും? നിയർ ടു ദ വാലൻസ് ബാൻഡ് ആയിരിക്കും. സോ ആ ലോജിക്ക് അറിയാമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പറയുന്ന കർവ് ഷേപ്പ് വേവ് ഫോം മാറ്റി മാറ്റി വരച്ചാൽ മതി. സിമ്പിൾ എളുപ്പമാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആ പറയുന്ന വേവ് ഫോം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ ഈ പറഞ്ഞ ഡ്രോ ദ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫോർ ഇൻട്രിൻസിക് എൻ ടൈപ്പ് പി ടൈപ്പ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പറഞ്ഞ ഫിഗർ വരയ്ക്കാൻ ചോദിക്കാം. ക്ലിയർ? ദെൻ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ പറഞ്ഞ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ ഇൻ ടൈംസ് ഓഫ് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ഇക്വേഷനിൽ ഈ NCയും NV എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ്. നമ്മൾ ഈ പറയുന്ന തിയറിയുടെ വീഡിയോക്കകത്ത് നമ്മുടെ മൊബൈൽ ആപ്പിനകത്തുള്ള തിയറിയുടെ വീഡിയോ അല്ലെങ്കിൽ പ്രാക്ടീസ് വീഡിയോ നോക്കുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡെറിവേഷൻ എക്സാം ചോദിക്കാറുള്ളതാണ്. ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ ഇൻ ടൈംസ് ഓഫ് എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ. അപ്പൊ ആ പറഞ്ഞതായിരിക്കും നമുക്ക് ഈ ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യണേ. അത് കൺഫ്യൂഷൻ ഒന്നുമില്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. സോ ഈ പറഞ്ഞ ഇക്വേഷനേക്ക് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ ഇത്രയും ഇക്വേഷൻ കൂടെ കിട്ടും. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ഞാൻ 1, 2, 3, 4, 5 ഈ 5 ഇക്വേഷൻ മസ്റ്റ് ആയിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. കാരണം ഇത് വെച്ചാണ്
യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രോബ്ലം ചോദിക്കാൻ പോകുള്ളത്. പ്രോബ്ലം എങ്ങനെയായിരിക്കും? ഇത് ഇങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രോബ്ലം ചോദിക്കാം. ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് ക്വസ്റ്റൻ ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റൻ നോക്കി, എ സിലിക്കൺ സാമ്പിൾ ഇസ് ഡോപ്ഡ് വിത്ത് 10^16 phosphorus atom. Calculate the equilibrium Hall concentration P0 at 300 Kelvin. Find the location of Fermi level as EF, the Fermi level relative to EI. So Fermi level position find out ചെയ്യുക. Draw the energy band diagram of the same. Energy band diagram വരയ്ക്കുക. What changes occur in energy band diagram if the phosphorus doping is increased? Then what does this imply? Okay, ഇപ്പോൾ അത് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നിരിക്കുന്ന പാരാമീറ്റർ ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. തന്നിരിക്കുന്നത് സിലിക്കൺ സാമ്പിൾ ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ഫോസ്ഫറസ് ആറ്റമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഫോസ്ഫറസ് ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, പെന്റാവാലൻ ഇമ്പ്യൂരിറ്റി ആറ്റം അല്ലേ? മീനിങ് എന്തായിരിക്കും? ദാറ്റ് മീൻസ് ദ സെമി കണ്ടക്ടർ ഇവിടെ എന്തായി? ദാറ്റ് ബിക്കം എൻ ടൈപ്പ് ആയി, ഫോസ്ഫറസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ എൻ ടൈപ്പ് ആണെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂ എന്താ? ഇത് സെയിം ആസ് ഡോണർ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ പെന്റാവാലൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നോർമൽ സെമി കണ്ടക്ടറിൽ നാല് ഇലക്ട്രോണേ ഉള്ളൂ വാലൻസ് ബാൻഡിൽ. അപ്പൊ പെന്റവാലിന് മീനിങ് പെന്റ എന്നത് എന്താ? 5 ആണ്. അപ്പൊ 4 ഇലക്ട്രോൺ വരും 5 ഇലക്ട്രോൺ ഉള്ള ആൾക്കാരാണ് പെന്റവാലിൻ ഇമ്പ്യൂരിറ്റി ആറ്റം. അപ്പൊ 1 ഇലക്ട്രോൺ കൂടുതലില്ലേ? അപ്പൊ ആ എക്സ്ട്രാ ഉള്ള ഇലക്ട്രോൺ ആ ആറ്റത്തിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഡോണർ ആറ്റം എന്ന് പറയാൻ കാരണം. ഇവിടെ എന്താണ്? എൻ ഡിയുടെ കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നത് എന്താ? എൻ ഡി ഈസ് ഈക്വൽ ടു 10^16 ആണ് എൻ ഡി. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എൻ ടൈപ്പ് സെമിക്കണ്ടക്ടറിൽ മജോറിറ്റി ആരാ? ഇലക്ട്രോൺ അല്ലേ? അപ്പൊ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ തന്നെയായിരിക്കും എന്ത്? ഈ തന്നിരിക്കുന്ന 10^16 ഓക്കെ അല്ലേ? ദെൻ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം ഹോൾ കോൺസെൻട്രേഷൻ അല്ലേ? അതിന്റെ മീനിങ് എന്താണ്? P0 ഫൈൻഡ് ഔട്ട് ചെയ്യുക. തൊട്ടുമുമ്പ് ചെയ്തില്ലായിരുന്നോ? മാസാഷൻ ലോ വെച്ചിട്ട് നമുക്ക് P0 എങ്ങനെ പിടിക്കാൻ പറ്റും? Na²/N0 ഉണ്ടോ? നമുക്ക് ഈസിലി നമുക്ക് ആ P0 ഫൈൻഡ് ഔട്ട് ചെയ്യാം. സിമ്പിൾ. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആക്കി. ഈ പറയുന്ന ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് എന്താ? ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് EF റിലേറ്റീവ് ടു EI. EF റിലേറ്റീവ് ടു EI മീനിങ് എത്രയേ ഉള്ളൂ? EI ബേസ് ചെയ്തിട്ട് EFന്റെ ലൊക്കേഷൻ എവിടെയാണ്? അതിന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അതിന്റെ മീനിങ് ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒന്നെങ്കിൽ EI മൈനസ് EF ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ EF മൈനസ് EI ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നുവെച്ചാൽ EIന്ന് എത്ര ദൂരത്താണ് ഇപ്പൊ EF ഉള്ളത്, അതല്ലേ മീനിങ്. EF റിലേറ്റീവ് ടു EI എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ പറയുന്ന ആലപ്പുഴ എന്നുള്ളത് എറണാകുളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ആണ്? അപ്പൊ ആലപ്പുഴ എറണാകുളം ഡിഫറൻസ് എടുത്താൽ പോരെ? സെയിം ലോജിക്ക്. അപ്പൊ തൊട്ടുമ്പോൾ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ നമ്മൾ ഏത് ഇക്വേഷൻ ഫോളോ ചെയ്താലാണ് EI മൈനസ് EF കിട്ടുമെന്ന് നോക്കുക. EI മൈനസ് EF ഇല്ലേ? 4 or 5. അപ്പൊ നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ NAയുടെ വാല്യൂ വന്നിട്ടുണ്ട്, N0 ഉണ്ട്, അല്ലെങ്കിൽ NAയുടെ വാല്യൂ ഉണ്ട്, P0 ഉണ്ട്. അപ്പൊ 4 or 5 ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് അവിടുന്ന് ഈ പറയുന്ന ഈസിലി EI മൈനസ് EF ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? ദെൻ എന്ത് ചെയ്യണം? ദെൻ നമുക്ക് ഇനി ബാൻഡ് ഡയഗ്രം വരയ്ക്കണ്ടേ? അങ്ങനെ ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ ബാൻഡ് ഡയഗ്രം ഏതൊക്കെയാന്നുള്ളത്? ഈ ലെഫ്റ്റ് സൈഡ് കാണിച്ചില്ലേ? ഇതാണ് ഇൻട്രിൻസിക്കിന്റെ ബാൻഡ് ഡയഗ്രം, ഇതാണ് N ടൈപ്പ്, ഇതാണ് P ടൈപ്പ്. ക്വസ്റ്റ്യൻ N ടൈപ്പ് അല്ലേ? എന്ത് ചെയ്യാൽ മതി? നേരെ ഈ ബാൻഡ് ഡയഗ്രം വരയ്ക്കുക. ബാൻഡ് ഡയഗ്രം വരച്ചു കഴിഞ്ഞു. എന്ത് ചെയ്യണം? നമ്മളിപ്പോ ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്താ? EI മൈനസ് EF ഫൈൻഡ് ഔട്ട് ചെയ്തില്ലേ? ജസ്റ്റ് ഇവിടെ EI മൈനസ് EFന്റെ കിട്ടിയ വാല്യൂ എത്രയാണോ അതവിടെ മാർക്ക് ചെയ്യുക. ഇത് പരിപാടി കഴിഞ്ഞു. ക്ലിയർ? അപ്പൊ അത് അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? ദെൻ അടുത്ത വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അപ്പൊ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആക്കി. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഉറപ്പായിട്ടും നമുക്ക് ഈസിലി പഠിക്കാൻ പറ്റുന്നത്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഇത്രയും പറഞ്ഞത്. ഇനി അടുത്ത പാർട്ട് വരുന്നതാണ് എക്സസ് കാരിയേഴ്സ് ഇൻ സെമി കണ്ടക്ടർ. ഓക്കെ, എക്സസ് കാരിയർ എന്നുള്ള തെർമൽ, ഇതുവരെ പറഞ്ഞ തെർമൽ ഇക്വിലിബ്രിയ എന്ന് വെച്ചാൽ എക്സ്ട്രാ ടെമ്പറേച്ചർ അല്ലാതെ വേറെ ഒരു എക്സ്ട്രാ എനർജിയും ഈ പറഞ്ഞ സെമി കണ്ടക്ടറിലേക്ക് കൊടുക്കുന്നില്ല. പക്ഷെ എക്സസ് കാരിയർ അങ്ങനെയല്ല. അങ്ങനെ ഇരിക്കുന്ന സെമി കണ്ടക്ടറിലേക്ക് ഞാൻ ഒന്നെങ്കിൽ എക്സ്ട്രാ ലൈറ്റ് അടിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ ബയാസ് വോൾട്ടേജ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ എക്സ്ട്രാ ലൈറ്റ് ആണ് ഞാൻ അടിക്കുന്നതെങ്കിൽ ലൈറ്റിന്റെ എനർജി ഈ പറയുന്ന ഇലക്ട്രോൺ കിട്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന ആറ്റത്തിന് കിട്ടി, ഇലക്ട്രോൺ ഫ്രീ ആവാൻ പറ്റും. സോ അപ്പൊ എന്ത് ചെയ്യും? എക്സസ് ആയിട്ട് കാരിയർ ഫോം ചെയ്യും. തെർമൽ ഇക്വിലിബ്രിയത്തിനെക്കാളും ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് കാരിയർ ഫോം ചെയ്യുക. അതാണ് നമ്മുടെ എക്സസ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ എക്സ്ട്രാ ഫോം ചെയ്യുന്ന കാരിയറിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഈ പറഞ്ഞ ഡോയനും ഡോപ്പിയും. ഡോയനും ഉണ്ട്, ഡോപ്പിയും ഉണ്ട്. അത് എക്സസ് കാരിയർ കോൺസെൻട്രേഷൻ ആണ്. ഫൈൻ. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് ഒപ്റ്റിക്കലിൽ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ബട്ട് ടോട്ടൽ കോൺസെൻട്രേഷൻ എന്താവും? N0 പ്ലസ് ഡോയൻ അല്ലെങ്കിൽ P0 പ്ലസ് ഡോപ്പി ആവും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആപ്പിനകത്തുണ്ട് കേട്ടോ, നോക്കൂ അത്. ദെൻ അങ്ങനെയാണ് ഇപ്പൊ ജനറേറ്റ് ചെയ്ത എക്സസ് കാരിയർ എങ്ങനെ റീകമ്പൈൻ ചെയ്യണേ? എക്സാം ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ ദ ഡയറക്ട് റീകോമ്പിനേഷൻ ആൻഡ് ഇൻഡയറക്ട് റീകോമ്പിനേഷൻ. അങ്ങനെ എക്സാം ചോദിക്കാറുണ്ട്. അപ്പൊ എക്സ്ട്രാ ഫോം ചെയ്തിരിക്കുന്ന കാരിയർ എങ്ങനെ റീകമ്പൈൻ ചെയ്യും? 2 രീതി റീകമ്പൈൻ ചെയ്യാം. ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്.
അപ്പൊ ഡയറക്റ്റ് റീകോമ്പിനേഷന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ദെൻ ഇൻഡയറക്റ്റ് ഉണ്ട്. ഇൻഡയറക്റ്റ് അഗെയിൻ 4 ഡിഫറെന്റ് വേയിൽ ഇൻഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഈ പറയുന്ന ഈ ABCD എന്ന് പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഫിഗർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ തിയറി സെഷനിൽ ആപ്പിൽ തിയറിക്കകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് എക്സാം ഈ പറഞ്ഞ ഇങ്ങനെ രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലിയർ? ദെൻ അടുത്ത് നമുക്ക് ഈ പറഞ്ഞ പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ QC ഫെർമി ലെവലാണ്. QC ഫെർമി ലെവൽ എന്ന് വെച്ചാൽ നോർമലി തന്നെ ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? തെർമൽ ഇക്വിലിബ്രിയത്തിൽ യൂണിഫോം ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ എക്സസ് കാരിയേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഒപ്റ്റിക്കൽ എക്സൈറ്റേഷൻ എനർജി ഉണ്ടെങ്കിൽ ഇവിടെ ഫെർമി ലെവൽ എന്തായും സ്പ്ലിറ്റ് ആയി പോകും. അപ്പൊ ഇലക്ട്രോൺ ഒരു ഫെർമി ലെവലാണ്, ഹോളിന് വേറെ ഫെർമി ലെവലാണ്. നേരത്തെ നമ്മൾ EF എന്ന് മാത്രമേ കൊടുത്തെങ്കിൽ ഇവിടെ എന്താവും? ഇവിടെ 2 ഫെർമി ലെവൽ വരും. ഒന്ന് FN വരും, FP വരും. ഓക്കെ, സോ ഈ പറഞ്ഞ FN വരും, ദെൻ FP വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ എക്സാമിന് മേ ബി റെയർ ആയിട്ട് ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് മേ ബി എക്സാമിന് ചോദിക്കാം. അല്ലെങ്കിൽ മേ ബി വാട്ട് യു മീൻ ബി എ കോസി ഫെർമി ലെവൽ എന്ന് പറഞ്ഞ് തന്നെ എക്സാമിന് മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് കോസി ഫെർമി ലെവൽ മേ ബി എക്സാം ചോദിക്കാം. എക്സാം മേ ബി ചോദിക്കാം ഈ പറഞ്ഞ ഫൈൻഡ് ദ വാല്യൂ ഓഫ് അല്ലെങ്കിൽ ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് FN വിത്ത് റെസ്പെക്ട് ടു EI അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് FP വിത്ത് റെസ്പെക്ട് ടു EI. നമ്മൾ തൊട്ടുമ്പ് ചെയ്തില്ലേ? ആ സെയിം രീതിയിൽ വേണമെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒള്ളി ഡിഫറൻസ് ഉള്ളൂ. തൊട്ടുമ്പ് ഇക്വേഷനിൽ ഇവിടെ EF മൈനസ് EI ആണെങ്കിൽ ഇവിടെ FN മൈനസ് EI വരുന്നത് മാത്രമേ ഉള്ളൂ. സെയിം ഇക്വേഷനാ. EF മാറ്റിയിട്ട് FN ആക്കിയാൽ മതി. ക്ലിയർ? സോ അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ഉള്ളത് തൊട്ടുമ്പോ പറഞ്ഞു എക്സസ് കാരിയേഴ്സിനകത്ത് പിന്നെ അതിന്റെ കുറെ ഇക്വേഷൻ കാര്യങ്ങളും ഉണ്ട്. ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോയെന്നുള്ളൂ. നമ്മൾ തീർക്കാതെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ഏരിയ ചോദിക്കാൻ സാധ്യതയുള്ളത് പ്രോബ്ലം ചോദിക്കാറുണ്ട്. പ്രോബ്ലം ചോദിക്കണമെങ്കിൽ നമുക്ക് ഈ സെഷനിൽ വേണ്ട എല്ലാ ഇക്വേഷനും അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അതിന് ഉറപ്പായിട്ടുണ്ടാവും. അതിന് ഈ ഹൈ ലെവൽ ജനറേഷൻ റേറ്റ് ഉണ്ട്, ദെൻ റീകോമ്പിനേഷൻ റേറ്റ് ഉണ്ട്, ദെൻ കോസി ഫെർമി ലെവൽ ഇക്വേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ ഇക്വേഷൻ താഴെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ലൈഫ് ടൈം ഉണ്ട്. ഇപ്പൊ റീകോമ്പിനേഷൻ ലൈഫ് ടൈം 1/α_r + n0 + p0. ദെൻ NP എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയം പ്ലസ് എക്സസ് കാരിയേഴ്സ് ആയിരിക്കും. ദെൻ ജനറേഷൻ റേറ്റിന് 2 ഇക്വേഷൻ ഉണ്ട്. ലോ ലെവൽ ഇഞ്ചക്ഷൻ ഉണ്ട്, ഹൈ ലെവൽ ഇഞ്ചക്ഷൻ ഉണ്ട്. ഹൈ ലെവൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നൊന്നുമില്ല, ഉള്ള തെർമൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനെക്കാളും കൂടുതലായിട്ടാണ് ഈ പറഞ്ഞ എക്സസ് കാരിയർ ഫോം ചെയ്യുന്നതെങ്കിൽ അത് ഹൈ ലെവലാണ്. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ലോ ലെവലാണ് ഈ വേറൊരു ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ എന്താണ്? ജനറേഷൻ റേറ്റ് ആണ്. ദെൻ റീകോമ്പിനേഷൻ റേറ്റിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, α_r × n × p. ഓക്കെ ഫൈൻ. സോ ഈ ഇക്വേഷനൊക്കെ ഡെറിവേഷനൊക്കെ എക്സാം മേ ബി റയർ ആയിട്ട് വേണ്ടി ചോദിക്കാം, ഉറപ്പൊന്നും പറയില്ല ഞാൻ. പക്ഷെ ഇത് വെച്ചുള്ള പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് വെച്ച് പ്രോബ്ലം ഇത്രയും ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. മേ ബി ക്വസ്റ്റ്യൻ മേ ബി ഇങ്ങനെ ചോദിക്കാം. അപ്പൊ നോക്കുക, എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ ഈ പറയുന്ന ടോയൻ ടോപ്പി ഇതിനെ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ബേസ് ചെയ്തിരിക്കുന്നത് ഈ എക്സസ് കാരിയറായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അവിടെയാണ് ഈ പറയുന്ന ടോയൻ ടോപ്പി അല്ലെ ടോ വരുന്നത്. റീകോമ്പിനേഷൻ ലൈഫ് ടൈം ആണ്. വെച്ചാൽ ഇപ്പൊ എക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത കാരിയർ എത്ര ടൈം വരെ നിൽക്കുക, എത്ര ടൈം കഴിഞ്ഞിട്ടാണ് റീകമ്പൈൻ ചെയ്ത് അത് ഇല്ലാണ്ടായി പോകുന്നത്, ആ ടൈമാണ് റീകോമ്പിനേഷൻ ടൈം. ടൈം ബിറ്റ്വീൻ ജനറേഷൻ ആൻഡ് റീകോമ്പിനേഷൻ. ഓക്കെ, നമ്മൾ ലൈഫ് ടൈം എന്ന് പറയാം. സോ അതാണ് അങ്ങനെ ടൈം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാടും മനസ്സിലാക്കുക. അത് ഇതിനകത്തുള്ള ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. ക്ലിയർ? അപ്പൊ തന്നെ അഗെയിൻ ഈ പറഞ്ഞ എല്ലാ പാരാമീറ്ററും ഇവിടെ തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ EFN ഫെർമി ലെവൽ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. EFN മൈനസ് EFP. കറസ്പോണ്ടിങ് ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ വരുന്നത്. സോ ഇക്വേഷൻ ഫോളോ ചെയ്യുക. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, തൊട്ടും ഇക്വേഷൻ നമുക്ക് എന്തായിരുന്നു? N-ന്റെയും P-യുടെ ഇക്വേഷൻ ഉണ്ട്. N-ഉം P-യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ NP-യുടെ ഇക്വേഷൻ കിട്ടും. അപ്പൊ എന്താവും? നേരത്തെ എക്സ്പോണൻഷ്യൽ FN മൈനസ് EA ആണ്. ഇപ്പൊ എന്താവും? FN മൈനസ് FP ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഈ പറയുന്ന പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്കിന് എക്സസ് കാരിയർ ചോദിക്കാൻ സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞ പോലെ റീകോമ്പിനേഷൻ, ഡയറക്റ്റ് റീകോമ്പിനേഷൻ, ഇൻഡയറക്റ്റ് റീകോമ്പിനേഷൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് മീൻ ബൈ കോസി ഫെർമി ലെവൽ അത് വെച്ച് ചോദിക്കാം. ദെൻ ഈ രീതിയിൽ വേണമെങ്കിൽ പ്രോബ്ലം ചോദിക്കാം. അപ്പൊ എന്ത് വേണം? ഇത്രയും ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ആയി. നമ്മളിനി പോകുന്ന തേർഡ് പാർട്ടാണ്. തേർഡ് പാർട്ടിൽ വരുന്ന ഒരു കാരിയർ ട്രാൻസ്പോർട്ട് ആണ്. അതിൽ മെയിൻലി 2 ടോപ്പിക് ഉണ്ട്. ഡ്രിഫ്റ്റും ഉണ്ട്, ഡിഫ്യൂഷനും ഉണ്ട്. ഡ്രിഫ്റ്റ് കറണ്ടും ഉണ്ട്, ഡിഫ്യൂഷൻ കറണ്ടും ഉണ്ട്. ഒറിജിനൽ എപ്പോഴും കാര്യം ഓർത്തിരിക്കുക, ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു എനർജി കൊടുത്ത്, എക്സ്ട്രാ ഒരു പവർ കൊടുത്ത് ഇലക്ട്രോണെ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൊണ്ട്, കോൺസെൻട്രേഷന്റെ ഡിഫറൻസ് കൊണ്ട് ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പറഞ്ഞ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത്. ഇപ്പോഴും ഓർത്ത് എളുപ്പമുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഒരു ടാങ്കിലേക്ക് എഗെയിൻ നമ്മൾ തീരെ സെഷൻ പറഞ്ഞ സെയിം എക്സാമ്പിൾ ആണ്. ഒരു ടാങ്കിലേക്ക് എനിക്ക് വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ 2 രീതിയിൽ പറ്റും. ഒന്നെങ്കിൽ ആ ടാങ്കിനേക്കാളും ഹയർ പ്രഷറുള്ള വേറെ ടാങ്കിൽ നിന്ന് ഒരു പൈപ്പ് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ മോട്ടോർ വെച്ച് പമ്പ് ചെയ്യുക. അപ്പൊ ഹയർ പ്രഷറുള്ള അല്ലെങ്കിൽ കൂടുതൽ ഹൈറ്റിൽ ഉള്ള
ഒരു ടാങ്കിൽ നിന്ന് ഓസ് വെച്ച് അല്ലെങ്കിൽ പൈപ്പ് വെച്ച് കണക്ട് ചെയ്യുക, അത് പ്രഷർ വേരിയേഷൻ കൊണ്ടല്ലേ. ആ ലോജിക്കാണ് ഡിഫ്യൂഷൻ. അപ്പൊ കോൺസെൻട്രേഷൻ ഡിഫറൻസ് കൊണ്ട് ഉറപ്പാട് ഹയർ കോൺസെൻട്രേഷനുള്ള ഏരിയയിൽ നിന്ന് കാരിയർ ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഒരു ഡയറക്റ്റീവ് മോഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ ഡിഫ്യൂസീവ് മോഷൻ എന്ന് പറഞ്ഞാൽ. ഫൈൻ. ദെൻ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഞാൻ ഒരു അപ്ലൈ കൊടുത്ത് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് ഒരു ബയാസ് വോൾട്ടേജ് കൊടുത്ത് ഇലക്ട്രോണെ ഞാൻ അല്ലെങ്കിൽ ഒരു കാരിയറിനെ ഡയറക്റ്റീവായിട്ടൊരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡ്രിഫ്റ്റ് മോഷൻ എന്ന് പറഞ്ഞാൽ. ഈ രണ്ട് രീതിയിലും ഡയറക്റ്റീവായിട്ടൊരു മോഷൻ ഉണ്ടെങ്കിൽ ഉറപ്പാട് എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. അതാണ് ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും. ഓക്കെ, സോ എന്താണ് ഡ്രിഫ്റ്റ് ആണ് ഡിഫ്യൂഷൻ. അതിൽ ഫസ്റ്റ് വരുന്നത് ഡ്രിഫ്റ്റ് ആണ്. ഡ്രിഫ്റ്റിന്റെ എന്താണ് ഡ്രിഫ്റ്റ് എന്ന് നോക്കുക. ബൈ ഡിഫോൾട്ട് ഇതൊന്നും ഇല്ലാത്ത കേസ് എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിൽ കാരിയർ മൂവ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ റാൻഡം മൂവ്മെന്റ് ആയിരിക്കും. അപ്പൊ ഡയറക്റ്റീവ് മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കറണ്ട് 0 ആയിരിക്കും. അതാണ് ഈ ഫിഗർ കാണിച്ചേക്കണേ. ദെൻ ഡ്രിഫ്റ്റ് കറണ്ട് ആവുമ്പോൾ എന്താവും? എക്സ്റ്റേണൽ ഫീൽഡ് ഉണ്ടാവും ഉറപ്പായിട്ടും, അതുകൊണ്ട് തന്നെ ഡയറക്റ്റീവ് കറണ്ട് ഉണ്ടാവും. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇക്വേഷൻ പ്രോബിലിറ്റി ഓഫ് കൊളീഷൻ. കാരണം നോർമലി നമ്മൾ എല്ലാ ഡെറിവേഷനും വരുന്നത് നെറ്റ് എഫക്ട് ഈക്വൽ ടു 0 എന്ന ലോജിക്ക് വെച്ചിട്ടായിരിക്കും. ആക്സിലറേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡീസലറേറ്റീവ് ഫോഴ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിങ് പ്ലസ് ഒപ്പോസിങ് ഈക്വൽ ടു 0 എന്ന ലോജിക്കിലാണ് നമ്മൾ എപ്പോഴും ഡെറിവേഷൻ ചെയ്യാറുള്ളത്. സെയിം ലോജിക്കിലാണ് ഇതും ഡെറിവേഷൻ ഉള്ളത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഈ പറഞ്ഞ മൊബൈൽ ആപ്പിനകത്തുണ്ട്. എഗിൻ അത് ഡൗൺലോഡ് ചെയ്ത് മീൻസ് വീഡിയോ കാണുക. ദെൻ അത് വെച്ചുകൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മൊബിലിറ്റിയുടെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ആ മൊബിലിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ ഫൈനലി ഈ പറഞ്ഞ ഡ്രിഫ്റ്റ് കറണ്ടിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ ഡ്രിഫ്റ്റ് കറണ്ട് ഇക്വേഷൻ ആണ് വരുന്നത്. ഇവിടെ ഫൈനൽ നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് ഇക്വേഷൻ വരുന്നുണ്ട് N × V × Q എന്നൊരു ഡ്രിഫ്റ്റ് കറണ്ട് ഇക്വേഷൻ വരുന്നു. ദെൻ അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് J = -NQ × μ × E. അത് ഡ്രിഫ്റ്റ് കറണ്ടിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ എക്സാമിന് ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഡ്രിഫ്റ്റ് കറന്റ് ഡെൻസിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഫുൾ ഡെറിവേഷൻ എന്ത് ചെയ്യണം? നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഫൈൻ. അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ മൊബിലിറ്റി മ്യൂ, അങ്ങനെ മേ ബി വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് മ്യൂ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മ്യൂയുടെ ഇക്വേഷൻ എന്താ? ഇതാണ് മ്യൂവിന്റെ ഇക്വേഷൻ. സോ ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് മൊബിലിറ്റി ചോദിക്കാം, അല്ലെങ്കിൽ ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ചോദിക്കാം, അല്ലെങ്കിൽ ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഡ്രിഫ്റ്റ് കറന്റ് ഡെൻസിറ്റി ചോദിക്കാം. ഈ 3 ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യുന്ന സെയിം തന്നെയാണ്. ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് വാട്ട് യു മീൻ ബൈ മൊബിലിറ്റി, ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് മൊബിലിറ്റി. Second one, derive the equation of conductivity. The third one, derive the equation of drift current density. Okay, ഇതെല്ലാം ഡെറിവേഷൻ ചോദിക്കാനുള്ള സാധ്യതയുള്ളതാണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അഗൈൻ ഒരു തിയറി പാർട്ടായിട്ട് വരുന്നതാണ്. ഇത് ഇമ്പോർട്ടൻറ്റും ആണ്, നിങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. അതിന് അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. കാരണം മൊബിലിറ്റി എന്നൊരു ടൈം അത് പറഞ്ഞു. അങ്ങനെ ആ മൊബിലിറ്റി എങ്ങനെയാണ് വേരി ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാട്. വിത്ത് റെസ്പെക്ട് ടെമ്പറേച്ചർ. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഗ്രാഫ് ഇതാണ്. ഈസിലി പഠിക്കാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ മൊബൈൽ ആപ്പിൽ തിയറി നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ഇൻവേർട്ടഡ് സ്കാറ്ററിംഗ്, എന്താണ് ലാറ്റിസ് സ്കാറ്ററിംഗ്, അത് ആദ്യം അറിയണം. അത് ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഫിഗർ വരയ്ക്കണേ. ഇപ്പൊ എക്സാം ചോദിക്കാറുള്ള സെയിം ക്വസ്റ്റൻ ആണിത്. എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡ്രോ ദ മൊബിലിറ്റി ഗ്രാഫ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ വേരിയേഷൻ ഓഫ് മൊബിലിറ്റി വിത്ത് ടെമ്പറേച്ചർ, അങ്ങനെയും എക്സാമിന് ചോദിക്കാം. അപ്പൊ ഈ ഗ്രാഫ് വരച്ച് ഈ രണ്ട് സ്കാറ്ററിംഗ് എക്സ്പ്ലെയിൻ ചെയ്താലാണ് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഫൈൻ. ദെൻ സെക്കൻഡ് ആയിട്ട് വരാനുള്ളതാണ് വേരിയേഷൻ ഓഫ് മൊബിലിറ്റി വിത്ത് ഡോപ്പിംഗ്. അപ്പോൾ മൊബിലിറ്റിയുടെ വേരിയേഷൻ 2 പാരാമീറ്റർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ഉണ്ട്, ഡോപ്പിംഗും ഉണ്ട്. 2 രീതിയിലും എക്സാം ചോദിക്കാറുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചറും ഉണ്ട്, വിത്ത് റെസ്പെക്ട് ടു ഡോപ്പിംഗും ഉണ്ട്. രണ്ടിന്റെയും ഫിഗർ ഇതാണ്. ഈ ഫിഗർ വെച്ച് അത് എന്തോ അങ്ങനെ വരാനുള്ള റീസൺ അത് കൊടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കി അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പോൾ ഡെറിവേഷൻ ഇല്ല, ജസ്റ്റ് 2 ഫിഗർ വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, അപ്പൊ ഡ്രിഫ്റ്റിൽ ആദ്യം പറഞ്ഞ ഡ്രിഫ്റ്റ് കറന്റ് ഡെറിവേഷൻ പറഞ്ഞു. പിന്നെയുള്ളത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊബിലിറ്റി, അതിന്റെ വേരിയേഷൻ ആണ്. ക്ലിയർ? ദെൻ ഈ ടോപ്പിക്കിൽ ഇനി അടുത്ത് വരുന്ന ഓർമ്മയാണ് ഹോൾ എഫക്റ്റ്. അപ്പൊ ഞാനിപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിലെ 3rd പാർട്ട് പറയുന്നത് മൊത്തം കാരിയർ ട്രാൻസ്പോർട്ട് ആണ്. കാരിയർ ട്രാൻസ്പോർട്ട് തന്നെ 2 സെഷൻ ഉണ്ട്, ഡ്രിഫ്റ്റും ഉണ്ട്, ഡിഫ്യൂഷനും ഉണ്ട്. ആ ഡ്രിഫ്റ്റിന്റെ അണ്ടറിൽ തന്നെ 3 ടോപ്പിക് ഉണ്ട്. അത് ഏതാണ്? അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് നേരത്തെ പറഞ്ഞ ഡ്രിഫ്റ്റ് കറന്റ് ഡെൻസിറ്റി, കണ്ടക്ടിവിറ്റി, മൊബിലിറ്റി. ദെൻ സെക്കൻഡ് പാർട്ട് ഏതാണ്? തൊട്ടും പറഞ്ഞ വേരിയേഷൻ ഓഫ് മൊബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആൻഡ് ഡോപ്പിംഗ്. ദെൻ 3rd ടോപ്പിക്കാണ് ഹോൾ എഫക്റ്റ്. ഇതിൽ ഹോൾ എഫക്റ്റിന് വാട്ട് യു മീൻ ബൈ ഹോൾ എഫക്റ്റ് എന്ന് പറഞ്ഞ് മേ ബി ഒരു 3 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഹോൾ വോൾട്ടേജ് എന്ന രീതിയിൽ മേ ബി ഒരു 6 മാർക്കിന് ചോദിക്കാം. അപ്പൊ ആദ്യം എന്താണ് ഹോൾ എഫക്റ്റ്, ഈ ഫിഗർ വരച്ച് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് കൊടുക്കുക എന്താണ് ഹോൾ എഫക്റ്റ് എന്നുള്ളത്. ഇനി അടുത്ത് ഹോൾ വോൾട്ടേജിന്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഇതാണ് സ്റ്റാർട്ടിങ് വരുന്നത്. എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ ഫോഴ്സും ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്. ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 അതായിരിക്കും നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. സോ ആ കൺസെപ്റ്റ് വെച്ച് ഡിറൈവ് ചെയ്ത്
നമ്മൾ ഈ ഫൈനലി ഈ പറയുന്ന ഹോൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഓക്കെ, സോ എക്സാമിന് മേ ബി അങ്ങനെ ചോദിക്കാം, ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഹോൾ വോൾട്ടേജ്. ക്ലിയർ? കൂടാതെ തന്നെ ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുകയും ചെയ്യാം, കാരണം നമ്മുടെ എക്സാമിന് പ്രോബ്ലം ആയിട്ട് ഇത് ചോദിക്കാം. സോ അതുകൊണ്ട് ഡ്രിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലത്തിന് വേണ്ട എല്ലാ ഇക്വേഷനും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇക്വേഷൻ ആണ് വെച്ചാണ് എക്സാം ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതിൽ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഹോൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിൻ്റെതാണ് ഹോൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണ്ട ഓരോ ടൈമും ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ക്ലിയർ? അപ്പൊ ഹോൾ വോൾട്ടേജ് ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തൊക്കെ ഉണ്ടാവും, ഈ പറഞ്ഞ VCD എന്നൊക്കെ പറഞ്ഞ ABCD എന്നുള്ള കൺസെപ്റ്റും കാര്യങ്ങളും കയറി വരും. അപ്പൊ ഫസ്റ്റ് പാർട്ട് കൊടുത്തിരിക്കുന്ന വാട്ട്സ് ദ ഇക്വേഷൻ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, വാട്ട്സ് ദ ഇക്വേഷൻ ഓഫ് മൊബിലിറ്റി, വാട്ട്സ് ദ ഇക്വേഷൻ ഓഫ് ഡ്രിഫ്റ്റ് കറന്റ് ഡെൻസിറ്റി, then what is the equation of conductivity sigma is equal to NQ mu. Okay, പിന്നെ എന്താ പറയണേ, അങ്ങനെയാണ് ഈ ടോട്ടൽ ഡ്രിഫ്റ്റ് കറന്റ് ഇക്വേഷൻ, ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് കറന്റ് പ്ലസ് ഹോൾ ഡ്രിഫ്റ്റ് കറന്റ്, ദെൻ ഹോൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ. ക്ലിയർ? ദെൻ അതിനകത്തുള്ള ഓരോ ടൈമിന്റെയും ഇക്വേഷൻ. ക്ലിയർ? അപ്പൊ എക്സാം ചോദിക്കാൻ മേ ബി എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ മേ ബി എക്സാമിന് വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുക, ഇതിനകത്ത് ഈ പറയുന്ന വോൾട്ടേജ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് VAB VCD ഉണ്ടോ. A Germanium sample is properly contacted and oriented in a 5 × 10⁻15 Weber per centimeter square. അപ്പൊ ആലോചിച്ചോളൂ, എന്തുവാ വെബർ per centimeter square, എന്താ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അപ്പൊ നമുക്ക് ഈ പറയുന്ന സബ്ജക്റ്റില് മാഗ്നറ്റിക് ഫീൽഡ് എന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആകെ ഒരേ ഒരു ടോപ്പിക്കേ ഉള്ളൂ, ആ ടോപ്പിക്കുന്ന ഹോൾ എഫക്റ്റാ. വേറെ ഒരു ടോപ്പിക്കിലും മാഗ്നറ്റിക് ഫീൽഡ് എന്ന എഫക്റ്റ് വരുന്നേ ഇല്ല. ക്ലിയർ? ആൻഡ് ദ കറന്റ് ഈസ് 4 milliampere. സാമ്പിൾ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്, മെഷർമെന്റ്സ് കൊടുത്തിട്ടുണ്ട്, and find the type and concentration of majority carriers and its mobility. സോ ഈ പറയുന്ന ക്വസ്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ പറഞ്ഞ ഇക്വേഷനകത്തുണ്ട്. ഇത് ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളും നമ്മൾ ഈ മൊബൈൽ ആപ്പിനകത്ത് പ്രാക്ടീസ് സെഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യുക. സോ കറസ്പോണ്ടിങ് ഇക്വേഷൻ യൂസ് ചെയ്യുക, ദെൻ അത് കംപ്ലീറ്റ് ചെയ്യുക. ഫൈൻ, എളുപ്പമാണ്. അപ്പോൾ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്താൽ മതി. കറസ്പോണ്ടിങ് എന്താണ് പോയിന്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, ദെൻ കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? ദെൻ അടുത്ത ടോപ്പിക്, ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ് ഡിഫ്യൂഷൻ. ഇതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് ടോപ്പിക്ക് ഞാൻ പറഞ്ഞത് ഫെർമി ലെവല്, ദെൻ കാരിയർ കോൺസെൻട്രേഷൻ, അതാണ് ഫസ്റ്റ് പാർട്ട് പറഞ്ഞത്. സെക്കൻഡ് പാർട്ട് പറഞ്ഞത് എന്തായിരുന്നു? എക്സസ് കാരിയർ ആയിരുന്നു. തേർഡ് പാർട്ട് പറഞ്ഞത് ഡ്രിഫ്റ്റ് ആയിരുന്നു. ദെൻ ലാസ്റ്റ് പാർട്ട് ഡിഫ്യൂഷൻ. ഈ 4 പാർട്ടാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, ഡിഫ്യൂഷൻ മീൻസ് നമ്മൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൊണ്ടാണ് മൂവ്മെന്റ് ഉണ്ടാവണേ, അതാണ് ഡിഫ്യൂഷൻ. ഇത് വെച്ചുള്ള പ്രോബ്ലം വളരെ റെയർ ആയിട്ടേ ചോദിക്കാറുള്ളൂ. പ്രോബ്ലം ചോദിക്കാറുണ്ടെങ്കിൽ റെയർ ആയിട്ടേ ഉള്ളൂ, പക്ഷെ മെയിനായിട്ട് ചോദിക്കാറുള്ള വെച്ചുള്ള ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ആദ്യം ഉള്ളത് ഡിഫ്യൂഷൻ കറന്റിന്റെ ഡെറിവേഷൻ ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് ടോട്ടൽ ഒരു എക്സാമ്പിൾ കാണിച്ച് സ്മോൾ പാർട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും ഈക്വൽ ആയിരിക്കും എന്നൊക്കെ ഇക്വേഷൻ എഴുതി കമ്പയർ ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു കറന്റ് ഇക്വേഷൻ കിട്ടും. കുറെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞ ആപ്പിൽ വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്, പക്ഷേ ഫൈനൽ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രം കൊടുത്തു, എൻഡ് പോയിന്റ് ഞാൻ കൊടുത്തു, ജസ്റ്റ് ഫുൾ എല്ലാം കൂടെ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ JN ഡിഫ്യൂഷൻ ഇക്വേഷനും JP ഡിഫ്യൂഷൻ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ കിട്ടും. അപ്പൊ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ബേസ് ചെയ്തുള്ള പ്രോബ്ലം ചോദിക്കാറില്ല. only derive the equation of diffusion current density എന്നൊരു ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഡ്രിഫ്റ്റ് കറന്റ് ഡെൻസിറ്റിയുടെയും ഡിഫ്യൂഷൻ കറന്റ് ഡെൻസിറ്റിയുടെയും ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ ഫൈൻ. ദെൻ ഉള്ളത് ഇതിനകത്തുള്ള ടോപ്പിക്കുകളാണ്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അത് വരുന്നത്, ഐൻസ്റ്റീൻ റിലേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് വരുന്ന ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഐൻസ്റ്റീൻ റിലേഷനും ഉണ്ട്, കണ്ടിന്യൂറ്റി ഇക്വേഷനും ഉണ്ട്, ദെൻ പോയിസൺ ഇക്വേഷനും ഉണ്ട്. ഓക്കെ, ഈ 3 ടോപ്പിക്കും ഈ പറഞ്ഞ ഡിഫ്യൂഷനകത്ത് ചോദിക്കാറുണ്ട്. അത് ഐൻസ്റ്റീൻ റിലേഷൻ വളരെ എളുപ്പമാണ്. എന്താണ് ഇങ്ങനെ മീൻസ് ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ കറസ്പോണ്ടിങ് ഡ്രിഫ്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ബാൻഡ് ബെൻഡ് ചെയ്യുന്നു, ആ ലോജിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ട് പൊട്ടൻഷ്യൽ ഈക്വൽ E/Q, ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ dV/dx, ദെൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് ഇക്വിലിബ്രിയം കണ്ടീഷനിലെ നെറ്റ് കറന്റ് ഈക്വൽ 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് ഫൈനൽ നമുക്കൊരു ആൻസർ കിട്ടും, D/μ = KT/Q. സോ ഈ പറയുന്ന ബോക്സിൽ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഇതാണ് ശരിക്കും ഐൻസ്റ്റീൻ റിലേഷൻ. ഇത് ബേസ് ചെയ്ത് ചിലപ്പോൾ എക്സാമിന് പ്രോബ്ലം ചോദിക്കും. ഓക്കെ, അല്ലാതെ ഡിഫ്യൂഷൻ കറന്റിനെ വെച്ച് പ്രോബ്ലം ചോദിക്കാറില്ല, പകരം ഈ ഇക്വേഷൻ വെച്ച് വേണ്ടി ചോദിക്കാം. കാരണം ക്വസ്റ്റിന് മേ ബി ഈ പറഞ്ഞ ഡിയുടെ വാല്യൂ അല്ലെങ്കിൽ മ്യൂയുടെ വാല്യൂ മൊബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക. ക്വസ്റ്റിന് ഈ പറഞ്ഞ ഡി ഉണ്ടാവും, KT ഉണ്ടാവും, Q ഉണ്ടാവും, ജസ്റ്റ് ഫൈൻഡ് ഔട്ടിന് എളുപ്പമല്ലേ. ഓക്കെ, അപ്പൊ ഈ ഐൻസ്റ്റീൻ റിലേഷൻ വെച്ചുള്ള പ്രോബ്ലം അല്ലെങ്കിൽ അതിന്റെ റിലേഷന്റെ ഡെറിവേഷൻ എക്സാം ചോദിക്കാറുണ്ട്. ഡിറൈവ് ദ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഐൻസ്റ്റീൻ റിലേഷൻ, അല്ലെങ്കിൽ ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഐൻസ്റ്റീൻ റിലേഷൻ എന്ന രീതിയിൽ എക്സാം ചോദിക്കാം. എളുപ്പമാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡ് പോയിന്റ് മാത്രമേ പറഞ്ഞോളൂ, ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, റെഫർ ചെയ്യുക. ഓക്കെ, അടുത്ത് വരുന്ന പറഞ്ഞാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പൊ ഡിഫ്യൂഷൻ തന്നെ ഞാൻ പറഞ്ഞു, ഡിഫ്യൂഷൻ ശരിക്കും ഇൻ എഫക്റ്റ് 4 ഡെറിവേഷൻ വരുന്നുണ്ട്. ഒന്ന് ഡിഫ്യൂഷൻ കറന്റിന്റെ ഡെറിവേഷൻ ഉണ്ട്, ദെൻ ഐൻസ്റ്റീൻ റിലേഷൻ ഉണ്ട്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉണ്ട്,
പോയിസൺ ഇക്വേഷനും ഉണ്ട്. ഈ 4 ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് പോയിസൺ ഇക്വേഷനും ഐൻസ്റ്റൈൻ റിലേഷനുമാണ്. അപ്പോൾ ആ പറഞ്ഞ എക്സാം നിങ്ങൾക്ക് ഫോർ എക്സാം നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് രണ്ടെങ്കിലും പഠിച്ചിട്ട് പോവുക. ഈ പറഞ്ഞ ഐൻസ്റ്റൈൻ റിലേഷനും പോയിസൺ ഇക്വേഷനും. ക്ലിയർ? ദെൻ ഈ പറഞ്ഞ പോലെ ഐൻസ്റ്റൈൻ റിലേഷൻ വെച്ചുള്ള ഫൈനൽ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. കാരണം എക്സാമിന് പ്രോബ്ലം മേ ബി ചോദിക്കാം. ക്ലിയർ? ദെൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ കറസ്പോണ്ടിങ് ഫിഗർ വരച്ച് ദെൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആക്സലറേറ്റിംഗ് ഡീസലറേറ്റിംഗ് ഫോഴ്സ് ഇസിക്കൽ 0, നെറ്റ് കറന്റ് ഇക്വൽ 0 എന്ന് ലോജിക്ക് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. ഫൈനൽ നമുക്ക് കിട്ടുന്ന വാല്യൂ മീൻസ് ഇത് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഇക്വേഷൻ ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മൊബൈൽ ആപ്പിൽ ഉണ്ടാകും, നോക്കുക. ബെസ്റ്റ് ഇപ്പൊ ഓടിച്ച് പറഞ്ഞ് മാത്രമേ ഉള്ളൂ. നെറ്റ് ഈക്വൽ 0 എന്ന് പറയുന്ന ലോജിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ നോക്കിയാൽ മനസ്സിലാവും. നെറ്റ് ഇൻക്രീസ് ഇൻ ഹോൾ കോൺസെൻട്രേഷൻ ഈക്വൽ ടു ഹോൾ പ്ലസ് പെർ യൂണിറ്റ് വോളിയം എൻറ്ററിങ് മൈനസ് ലീവിങ് മൈനസ് റീകോമ്പിനേഷൻ. ഓക്കെ, അപ്പൊ ഒരു ഏരിയയിലെ ഒരു പെർ യൂണിറ്റ് ടൈമിൽ എത്ര ഹോളാണ് ഇൻക്രീസ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഹോളാണ് പെർ യൂണിറ്റ് വോളിയത്തിൽ എൻ്റർ ചെയ്തത്, എത്ര ഹോളാണ് ലീവ് ചെയ്തത്, ദെൻ എങ്ങനെയായിരുന്നു റീകോമ്പിനേഷൻ റേറ്റ്. ഓക്കെ, അപ്പൊ ഈ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ മാത്രം ഒരു കാര്യമുണ്ട്. അത് ഈ പറയുന്ന 2 ടൈമും കയറി വരും. എന്നുവെച്ചാൽ ഈ പറയുന്ന വിത്ത് റെസ്പെക്ട് എക്സും ഉണ്ട്, വിത്ത് റെസ്പെക്ട് ടൈമും ഉണ്ട്. അപ്പൊ സ്പേസ് ബേസ് ചെയ്തും ടൈം ബേസ് ചെയ്ത് 2 പാരാമീറ്റർ ബേസ് ചെയ്തിട്ടുള്ള വേരിയേഷൻ കൺസിഡർ ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും മേ ബി ഈ പറയുന്ന d/dxോ d/dt മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ 2 ടൈമും ഇവിടെ കൺസിഡർ ചെയ്യും. റേറ്റ് ഓഫ് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ജനറേഷനും ഉണ്ട്, ഇവിടെ തന്നെ സ്പേസ് അല്ലെങ്കിൽ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള വേരിയേഷനും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് ഈ പറയുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കുക. കാരണം എക്സാം മേ ബി ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഡിറൈവ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ വേണ്ടി ചോദിക്കാം. ഡിറൈവ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലേ, അല്ലെങ്കിൽ ഡിറൈവ് ദ ഡിഫ്യൂഷൻ ഇക്വേഷൻ. ഫൈൻ. ദെൻ നമ്മുടെ ലാസ്റ്റ് വൺ ആണ് പോയിസൺ ഇക്വേഷൻ. ഓക്കെ, അത് ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ കൂടിയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതിനെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഈ പറയുന്ന ഗോസ്ലോ നമ്മൾ മാക്സ്വെൽ ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഗോസ്ലോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുക. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ. ഓക്കെ, റോ എന്ന് പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി ആണ്. ചാർജ് ഡെൻസിറ്റി ഈക്വൽ ടു ക്യൂ ഇൻറ്റു ടോട്ടൽ ചാർജ് ആണ്. ഓക്കെ, ദെൻ കറസ്പോണ്ടിങ് പി മൈനസ് എൻ പ്ലസ് ഇ ആണ്. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ഡെൽ ഡോട്ട് ഇ ഈക്വൽ റോ എപ്സിലോൺ എന്നറിയാം. ദെൻ ഇ ഈക്വൽ ടു മൈനസ് ഡെൽ ഫൈ ആണ്. നമുക്ക് അവിടെ നിന്ന് കിട്ടും ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ. ദെൻ റോ ബൈ എപ്സിലോൺ എന്തായിരിക്കും? ദാറ്റ് ഈസ് റോ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? നമുക്ക് ഇവിടുന്ന് കിട്ടും റോ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു പി മൈനസ് എൻ ഇൻറ്റു ടോട്ടൽ ചാർജ്. ഇത് നമ്മുടെ അയോൺസിന്റെ ചാർജ്. ഇപ്പൊ ഏതൊക്കെ അയോൺസ് ഉണ്ട്? ഡോണർ അയോൺസും ഉണ്ടാവും, അക്സെപ്റ്റർ അയോൺസും ഉണ്ടാവും. ഡോണർ അയോൺ പോസിറ്റീവ് ആണ്, അക്സെപ്റ്റർ അയോൺ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ സിമ്പിളായിട്ട് എന്ത് കിട്ടും? നമുക്ക് ഇക്വേഷൻ കിട്ടും ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ എന്ന് കിട്ടും. ഇക്വേഷൻ എവിടുന്ന സ്റ്റാർട്ട് ചെയ്ത്? ഇക്വേഷൻ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്ത്. ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ എപ്സിലോൺ സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ ആയോ? ഫൈൻ. അപ്പൊ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ. ഓക്കെ, ദെൻ ഇ ഈക്വൽ ടു മൈനസ് ഡെൽ ഫൈ. അവിടുന്നാണ് ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു. ഓക്കെ, എന്നുവെച്ചാൽ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ. ഓക്കെ, ഞാൻ ഇക്ക് വരെ കൊടുത്ത് ഡെൽ ഫൈ എന്ന് കൊടുത്തു. അപ്പൊ ഡെൽ ഡോട്ട് ഡെൽ ഫൈ എന്തായിരിക്കും? ഡെൽ സ്ക്വയർ ഫൈ ആയിരിക്കും. നമ്മൾ മാക്സ് പഠിച്ച ഇക്വേഷനാ. ഡെല്ലൊക്കെ പഠിച്ചെങ്ങനെ? ഡെൽ ഓപ്പറേറ്ററും ഡൈവേഴ്സൻസും പഠിച്ചെങ്ങനെയല്ലേ? ആ ലോജിക്ക് വെച്ചാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണേ. അപ്പൊ ആകെ ഈ പറഞ്ഞ ആകെ 2 സ്ലൈഡ്സ് മാത്രമേ അതിനുള്ളൂ. അപ്പൊ ഈസിലി നമുക്ക് പഠിക്കാൻ പറ്റുന്നതാ. ക്ലിയർ? സോ പിന്നെ ഉള്ളത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഡിഫ്യൂഷൻ ഞാൻ സമ്മറൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത്രയും ഇക്വേഷൻ ഡിഫ്യൂഷൻ പാർട്ടിൽ വരുന്നത്. അതിൽ എക്സാം ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന ഐൻസ്റ്റൈൻ റിലേഷൻ വെച്ച് വേണ്ടി ചോദിക്കാം. പക്ഷെ ഇൻ കേസ് ഐൻസ്റ്റൈൻ റിലേഷനിൽ ഈ പറയുന്ന DNO അല്ലെങ്കിൽ DP തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഡിഫ്യൂഷൻ ലെങ്ത് വെച്ചുള്ള ഈ ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. ദാറ്റ് ഇസ് LN ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് DN ടോയിനും LP ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് DP ടോപ്പി. സോ ഈ പറയുന്ന ഐൻസ്റ്റൈൻ റിലേഷനും ദെൻ ഈ ഇക്വേഷനും ബേസ് ചെയ്തുള്ള ദി പ്രോബ്ലം മേ ബി ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ദ ഹോൾ മൊബിലിറ്റി ഓഫ് സെമികണ്ടക്ടർ ഇസ് µp. സോ µp വന്നിട്ടുണ്ട്, ടോപ്പി എന്നേക്കുവാണ്. ഫൈൻഡ് ദ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് DP ആൻഡ് ഡിഫ്യൂഷൻ ലെങ്ത് LP. അപ്പൊ സിമ്പിൾ ആയിട്ട് നോക്കി മനസ്സിലാവും. D ഫൈൻഡ് ഔട്ട് ചെയ്യണം. മ്യൂ എന്നിട്ടുണ്ട്, KT/Q ഉണ്ട്. എന്തായിരിക്കും? ഐൻസ്റ്റൈൻ റിലേഷൻ അല്ലേ? D/μ is equal to KT/Q. ഇത് സിംപിളി ഐൻസ്റ്റൈൻ റിലേഷൻ യൂസ് ചെയ്യാം. നമുക്ക് അവിടെ നിന്ന് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? D ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ഏതാ? ഡിഫ്യൂഷൻ ലെങ്ത് അല്ലേ? ഡിഫ്യൂഷൻ ലെങ്ത് നോക്കി. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പാടില്ലേ? LP. അപ്പൊ ഈ ഇക്വേഷൻ അതേ ഇക്വേഷൻ യൂസ് ചെയ്യുക. DPയും കിട്ടി, ടോപ്പിയും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. DP ഉണ്ട്, ടോപ്പി ഉണ്ട്. അപ്പൊ LP എന്താ? LP is equal to square root of DP into ടോപ്പി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ ആയി. സിമ്പിൾ. അപ്പൊ ആകെ ഈ പറഞ്ഞതിൽ ആകെ
ഇത് രണ്ടും വെച്ച് മാത്രം അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് യൂസ് ചെയ്ത് ഒരിക്കലും എക്സാം ചോദിക്കാറില്ല. ആകെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഐൻസ്റ്റൈൻ റിലേഷൻ വെച്ച് വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിഫ്യൂഷൻ ലെങ്ത് വെച്ച് ചോദിക്കാം. അപ്പൊ ആകെ ഈ പറയുന്ന 2 ഇക്വേഷനെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് അത് വെച്ചാൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പൊ നമ്മൾ ഏകദേശം ഈ പറയുന്ന മൊഡ്യൂളിലുള്ള എല്ലാ പാർട്ടും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്നും അത് എന്തൊക്കെ ആൻസർ ചെയ്യേണ്ടതെന്നും അത് ഏതൊക്കെ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യണം, എല്ലാ പാർട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, മോഡ്യൂൾ 1 മെയിൻ ആയിട്ടുള്ളത് 4 ഏരിയാസ് ആണുള്ളത്, 4 ഏരിയാസ്. അതിൽ ഫസ്റ്റ് വണ്ണിൽ വരുന്നത് ഈ പറയുന്ന മാസ് ആക്ഷൻ ലോ, സിലബസ് ഇല്ലെങ്കിൽ പോലും മാസ് ആക്ഷൻ ലോ ഓർത്തിരിക്കുക. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന കാരിയർ കോൺസെൻട്രേഷൻ, ഫെർമി ലെവൽ കാരിയർ കോൺസെൻട്രേഷൻ ഡെറിവേഷൻ ഉണ്ട്, അത് വെച്ചുള്ള ബാൻഡ് ഡയഗ്രം ഉണ്ട്, അത് ബൈഹാർട്ട് ചെയ്യുക. പ്രോബ്ലം അത് ചോദിക്കാറുണ്ട്, സോ അതും പഠിക്കുക. ഓക്കെ, ഇവിടെ തന്നെ ഫെർമി ലെവലൊക്കെ ഉണ്ട്, മനസ്സിലായെന്ന് വരുന്നു. ദെൻ അടുത്ത വരുന്ന ടോപ്പിക്കാണ് എക്സസ് കരിയേഴ്സ്. അതിനകത്ത് റീകോമ്പിനേഷൻ, ജനറേഷൻ അത് ചോദിക്കാറുണ്ട്, QC ഫെർമി ലെവൽ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ദെൻ തേർഡ് പാർട്ടായിട്ട് വരുന്നത് ഡ്രിഫ്റ്റ് ആണ്. ഡ്രിഫ്റ്റിനകത്ത് നിങ്ങൾക്ക് വരും ഡ്രിഫ്റ്റ് കറന്റ് ഡെൻസിറ്റി ഉണ്ട്, മൊബിലിറ്റി ഉണ്ട്, കണ്ടക്ടിവിറ്റി ഉണ്ട്. പിന്നെ എന്താ വരുന്നത്, പിന്നെ നമുക്ക് ഹോൾ എഫക്റ്റ് വരാറുണ്ട്, ഹോൾ എഫക്റ്റ്. പിന്നെന്താണ് വേരിയേഷൻ ഓഫ് മൊബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആൻഡ് ഡോപ്പിംഗ്, അതും ചോദിക്കാറുണ്ട്. ലാസ്റ്റ് ഡിഫ്യൂഷൻ അല്ലേ, ഡിഫ്യൂഷൻ കറന്റ് ഡെൻസിറ്റി ചോദിക്കാറുണ്ട്, ഡെറിവേഷൻ വരാറുണ്ട്. പിന്നെന്താണ് ഐൻസ്റ്റൈൻ റിലേഷൻ ഉണ്ട്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉണ്ട്, പോയിസൺ ഇക്വേഷൻ ഉണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവും ഐൻസ്റ്റൈനും പോയിസണും എളുപ്പമാണ്. ക്ലിയർ? ദെൻ പറയാനുള്ള പ്രോബ്ലംസ് ആണ്. ഓരോ ഏരിയയിൽ നിന്ന് പ്രോബ്ലം വരാറുണ്ട്. അതിൽ ഏറ്റവും ഉറപ്പായിട്ടും 100% വരും നമുക്ക് ഉറപ്പുള്ളത് ഫസ്റ്റ് ഏരിയയിൽ നിന്ന് കരിയർ കോൺസെൻട്രേഷൻ പ്രോബ്ലം ആണ് കൂടുതൽ ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഓരോ പ്രോബ്ലത്തിലും എന്തൊക്കെ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മൊബൈൽ ആപ്പിലുള്ള തിയറി സെഷനും പ്രാക്ടീസ് സെഷനും കൂടെ നോക്കി മനസ്സിലാക്കി എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ 1 മാക്സിമം മാർക്ക് മേടിക്കുക. ഓക്കെ, താങ്ക് യു.